ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് 11, 12 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി വരുന്ന CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ CPO റാങ്ക് ഫയൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 3 മോഡ്യൂളുകളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ ന്യൂ SCERT NCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് ഫയലുകൾ ഉടൻ തന്നെ സ്വന്തമാക്കുക. ടാലന്റിന്റെ റാങ്ക് ഫയൽ സ്വന്തമാക്കുന്നതിനായി നിങ്ങൾക്ക് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ റാങ്ക് ഫയലുകൾ സ്വന്തമാക്കൂ. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2026 മെയ്യിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആരെന്നാണ്. ഓർത്തുവെക്കുക, സി ജോസഫ് വിജയ് ആണ്. ആരാണ്? സി ജോസഫ് വിജയ് ആണെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്നത്. ഈ കാര്യം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാപ്പാഠമായിരിക്കും, അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക. സി ജോസഫ് വിജയ് എന്നാണ്. എന്താണ്? സി ജോസഫ് വിജയ് ആണ്. അപ്പോൾ ആക്ടർ വിജയ്, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണെന്ന് ഓർത്തു വെക്കുക. സി ജോസഫ് വിജയ് എന്നാണ്. PSC നമുക്കറിയാം എന്താണ് ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ഒക്കെ മാറ്റി തിരിച്ചും ചോദിക്കാനായിട്ട് സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് വിജയ് എന്ന് മാത്രം പഠിച്ചു വെക്കാതെ സി ജോസഫ് വിജയ് എന്ന് തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ 2026 മെയ്യിലാണ് അദ്ദേഹം എന്താണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് അധികാരം ഏറ്റിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് തമിഴക വെട്രിക്കഴകം. എന്താണ്? തമിഴക വെട്രിക്കഴകം, TVK എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര്. ഇനി എന്താണ് തമിഴ്നാട്ടിലെ 234 നിയമസഭാ അംഗങ്ങളിൽ അദ്ദേഹത്തിന് എന്താണ് 120 MLA-മാരുടെ പിന്തുണ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റിരിക്കുന്നത്. ഇനി തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റ സി ജോസഫ് വിജയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ആരാണ്? തമിഴ്നാട് ഗവർണർ ആയിട്ടുള്ള രാജേന്ദ്ര അർലേക്കർ ആണ്. രാജേന്ദ്ര അർലേക്കർ ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അപ്പോൾ തമിഴ്നാട് ഗവർണറായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തന്നെയാണ് നമ്മുടെയും ഗവർണർ എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തിടെ ആയിരുന്നു അദ്ദേഹത്തിന് ഈ ഒരു തമിഴ്നാട് ഗവർണറിന്റെ ചുമതല കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആരാണെന്ന് ഓർത്തു വെക്കുക, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇനി 2026 ഈ ഒരു തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പില് 108 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വിജയിച്ചതിലൂടെ TVK ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഒറ്റക്കക്ഷി പാർട്ടിയായിട്ട് മാറിയിരുന്നു. അതിനുശേഷം പിന്നീട് പാർട്ടി സഖ്യ പങ്കാളികളിൽ നിന്നും പിന്തുണ നേടുകയായിരുന്നു. കോൺഗ്രസ്, CPI, CPIM, VCK അതേപോലെ തന്നെ മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഭൂരിപക്ഷം മറികടക്കുകയും അതേപോലെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ 2026 മെയ് 13 മുമ്പ് അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഗവർണർ പുതിയ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2026 മെയ്യിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആരാണെന്ന് ഓർത്തു വെക്കുക, സി ജോസഫ് വിജയ് ആണ്. ഇനി മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. 2026 മെയ്യിൽ പുതുച്ചേരി മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരെന്നാണ് നോക്കുന്നത്. ഓർത്തു വെക്കുക, N രംഗസ്വാമിയാണ്. ആരാണ്? N രംഗസ്വാമിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. എന്താണെന്ന് ഓർത്തു വെക്കുക, പുതുച്ചേരി മുഖ്യമന്ത്രിയായിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത്. നമുക്കറിയാം പുതുച്ചേരി ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പോൾ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക, N രംഗസ്വാമിയാണ്. ഇനി അദ്ദേഹം അഞ്ചാം തവണയാണ് പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കാൻ പോകുന്നത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമുക്കറിയാവുന്ന ഒരു പോയിന്റ് കൂടിയാണ് പുതുച്ചേരിയുടെ ഈ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണെന്ന് ഓർത്തു വെക്കുക, K കൈലാഷ് നാഥനാണ്. ആരാണ്? K കൈലാഷ് നാഥനാണെന്നാണ് പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ലഫ്റ്റനന്റ് ഗവർണർ. അപ്പോൾ മുഖ്യമന്ത്രി ആരാണെന്ന് ഓർത്തു വെക്കുക, പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായി നിയമിതനായിരിക്കുന്നത് N രംഗസ്വാമിയാണ്. ഇനി നമ്മൾ നോക്കുന്ന അപ്പോയിന്റ്മെന്റ് ഇതാണ്. UIDAIയുടെ പുതിയ CEO ആയി അടുത്തിടെ നിയമിതനായത് ആരെന്നാണ്. ഓർത്തു വെക്കുക, സൗരഭ് വിജയ് ആണ്. ആരാണ്? സൗരഭ് വിജയ് ആണെന്നാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. എന്തിന്റെയാണെന്ന് ഓർത്തു വെക്കുക, UIDAIയുടെ പുതിയ CEO ആയിട്ടാണ് അദ്ദേഹം നിയമിതനായത്. ഇനി ഇതിന്റെ ഫുൾ ഫോം കൂടി ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് UIDAIയുടെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ അതിന്റെ CEO ആയിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണെന്ന് പറഞ്ഞു, സൗരഭ് വിജയ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചെയർമാൻ ആരാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. UIDAIയുടെ ചെയർമാൻ ആരാണ്? നീൽകണ്ഠ മിശ്രയാണ്. ആരാണ്? നീൽകണ്ഠ മിശ്രയാണെന്നാണ് ഇതിന്റെ ചെയർമാൻ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. UIDAIയുടെ ഒരു ചിഹ്നം വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫേസ്, ഒരു രൂപം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിഹ്നത്തിന്റെ എന്തായിരുന്നു ആ ചിഹ്നം എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഉദയ് എന്നുള്ളതായിരുന്നു. ഉദയ് എന്നുള്ളതായിരുന്നു ആ ഒരു ചിഹ്നം എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിന്റ്മെന്റ് ഇതാണ്. UIDAIയുടെ പുതിയ CEO ആയിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണ്? സൗരഭ് വിജയ് ആണ്.
ടാലന്റിന്റെ ഒരു ഓഫറാണ് ഇനി പറയുന്നത്. LP-UP അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ടാലന്റ് അക്കാഡമിയുടെ റാങ്ക് ഫെയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു റാങ്ക് ഫെയിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഓഫർ എന്താണെന്ന് അറിയുന്നതിനായി LP-UP അസിസ്റ്റന്റ് ബുക്ക് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യണം. ആ കൂപ്പൺ കോഡ് LPUPSM എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് കൂടി ഒന്ന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു റാങ്ക് ഫെയിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ന്യൂ SCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു റാങ്ക് ഫെയിൽ ഉടൻ തന്നെ സ്വന്തമാക്കുക. അതിനായി താഴെ തന്നിരിക്കുന്ന ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവാർഡ് ഏതാണെന്ന് ഓർത്ത് വെക്കാം. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകളാണ്. എന്താണ് 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞിടക്ക് നമ്മൾ എന്താണ് പഞ്ചായത്ത് ഡെവലപ്മെന്റ് അവാർഡ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മറ്റൊരു അവാർഡാണ്. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡാണിത്. അപ്പോൾ ഈ ഒരു അവാർഡ് നാഷണൽ ലെവലിൽ നൽകുന്ന ഈ ഒരു അവാർഡ് നമ്മുടെ കേരളത്തിൽ ലഭിച്ചിട്ടുള്ള പഞ്ചായത്തുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതെന്നാണ്. ഏറ്റവും മികച്ച, അതായത് നാഷണൽ ലെവലിൽ തന്നെ ഈ ഒരു അവാർഡിൽ ദേശീയ പഞ്ചായത്ത് അവാർഡുകളിൽ തന്നെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നേടിയത്, ഈ ഒരു പുരസ്കാരം നേടിയത് എന്താ കേരളത്തിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്താണ് ഈ ഒരു അവാർഡ് നേടിയിരിക്കുന്നത്. അപ്പോൾ നോട്ട് ചെയ്യുക, എന്താണ് ഈ ഒരു നാഷണൽ ലെവലിൽ തന്നെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഏത് ബ്ലോക്ക് പഞ്ചായത്തിനാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹരിപ്പാടിനാണ്. ആലപ്പുഴ ജില്ലയിലാണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ളത്. ഇനി അടുത്ത അവാർഡ് നമ്മൾ നോക്കുന്നത് ഏറ്റവും മികച്ച സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള പഞ്ചായത്ത് ഏതെന്നാണ്. അത് ഓർത്ത് വെക്കുക, മേലുകാവാണ്. കോട്ടയം ജില്ലയിലെ മേലുകാവ് പഞ്ചായത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇതും നാഷണൽ ലെവലിൽ തന്നെയാണെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. നാഷണൽ ലെവലിൽ എന്താണ് നമ്മുടെ ദേശീയ തലത്തിലെ ഏറ്റവും മികച്ച സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള പഞ്ചായത്തായി മാറിയിരിക്കുന്നത്, അതിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മേലുകാവ് പഞ്ചായത്തിനാണ്. ഇനി നോക്കുന്ന കാറ്റഗറി മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തുകളിൽ 3ാം സ്ഥാനത്ത്, അതായത് നമ്മുടെ ദേശീയ തലത്തിൽ എന്താണ് മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തുകളിൽ 3ാം സ്ഥാനത്തുള്ള അവാർഡ് നേടിയിരിക്കുന്നത് ഏത് പഞ്ചായത്താണ്? ഒറ്റൂരാണ്. എന്താണ് ഒറ്റൂരാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ പഞ്ചായത്താണ് ഈ ഒരു പുരസ്കാരം നേടിയിരിക്കുന്നത്. ഇനി മികച്ച ആരോഗ്യ പഞ്ചായത്തുകളിൽ 3ാം സ്ഥാനത്തുള്ളത് ഏതാണ്? നിരണമാണ് കേട്ടോ. എന്താണ് നിരണം പഞ്ചായത്താണ്. പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്താണ് എന്താണ് ഈ ഒരു ദേശീയ തലത്തിൽ മികച്ച ആരോഗ്യ പഞ്ചായത്തുകളിൽ 3ാം സ്ഥാനത്താണ്. 3ാം സ്ഥാനത്ത് ഈ ഒരു അവാർഡ് നേടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയ ഈ ഒരു അവാർഡ് എന്താണ് 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകളാണ്. അതിൽ കേരളത്തിൽ നിന്നുള്ള പഞ്ചായത്തുകൾക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ ആദ്യം നമ്മൾ നോക്കിയത് ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെയാണ് ഈ ഒരു അവാർഡ് എന്തിന് കിട്ടിയിരിക്കുന്നത്? ഹരിപ്പാടിന് കിട്ടിയിരിക്കുന്നത്. ദേശീയ തലത്തിലെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? ഹരിപ്പാടാണ്. അതേപോലെ ഏറ്റവും മികച്ച സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള പഞ്ചായത്ത് ഏതാണ്? മേലുകാവാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തുകളിൽ 3ാം സ്ഥാനത്താണ് എന്താണ് ഒറ്റൂർ പഞ്ചായത്ത് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ പഞ്ചായത്ത് വന്നിരിക്കുന്നത്. ഇനി മികച്ച ആരോഗ്യ പഞ്ചായത്തുകളിൽ 3ാം സ്ഥാനത്തുള്ളത് നിരണമാണ്. പത്തനംതിട്ടയിലെ നിരണമാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു 4 പോയിന്റുകൾ നല്ല രീതിയിൽ പഠിക്കുക. ഇനി മറ്റൊരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 കൃഷ്ണാഞ്ജലി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് നോക്കുന്നത്. ആരാണെന്ന് ഓർത്ത് വെക്കുക, മലയാള ചലച്ചിത്ര നടൻ മധുവാണ്. ആർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്? മലയാള ചലച്ചിത്ര നടൻ മധുവിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എന്താണ് 2026 കൃഷ്ണാഞ്ജലി പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു പുരസ്കാരം നൽകുന്നത് മലയാള ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള M കൃഷ്ണൻ നായരോടുള്ള സ്മരണാർത്ഥം വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയും അതേപോലെ ഭാരത് ഭവനും ചേർന്നിട്ടാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2026 ഈ ഒരു കൃഷ്ണാഞ്ജലി പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ആരാണെന്ന് ഓർത്ത് വെക്കുക, മധുവാണ്. ഇനി ഒരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ടാണ്. റിപ്പോർട്ട് പ്രകാരം 2024 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസി പണം, അതായത് റെമിറ്റൻസ് ഇൻഫ്ലോസ് ലഭിച്ച രാജ്യം ഏതെന്നാണ് ഓർത്തു വെക്കുക, ഇന്ത്യയാണെന്നാണ് ഏറ്റവും കൂടുതൽ എന്താണ് പ്രവാസി പണം, അതായത് റെമിറ്റൻസ് ഇൻഫ്ലോസ് ലഭിച്ചിട്ടുള്ള രാജ്യം. 2ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? മെക്സിക്കോയാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം എന്താണ് ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ചിട്ടുള്ള 2ാം സ്ഥാനത്തുള്ള രാജ്യം. ഇനി റിപ്പോർട്ട് ഏതാണ് നമ്മൾ പറഞ്ഞു?
വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് 2026 2026 വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. പക്ഷേ എന്താണ് 2024 കണക്കുകളാണ് അതിൽ പറയുന്നത്. 2024 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക, ഇന്ത്യയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് മെക്സിക്കോയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, സെൻട്രൽ ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി അടുത്തിടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ആരെന്നാണ് നോക്കുന്നത്. ഓർത്തു വെക്കുക, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ്. എന്താണ്? യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ് ഇത്തരത്തിലൊരു ധാരണാപത്രത്തിൽ, ഇത്തരത്തിലൊരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ആർ ബി ഐയും ഓർത്തു വെക്കുക, RBIയും അതേപോലെ തന്നെ എന്താണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ചേർന്നിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള കരാറാണ്? സെൻട്രൽ ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇനി RBIയുടെ ഗവർണർ ആരാണെന്ന് നമുക്കറിയാം, സഞ്ജയ് മൽഹോത്രയാണ് RBIയുടെ ഗവർണർ. ഇനി യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണെന്ന് ഓർത്തു വെക്കുക, ക്രിസ്റ്റീൻ ലെഗാർഡ് ആണ്. അപ്പോൾ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഓർത്തു വെക്കുക, RBIയും അതേപോലെ എന്നാണ് യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ചേർന്നിട്ട് സെൻട്രൽ ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, കേരളത്തിൽ ജെൻഡർ ടിക്കറ്റിംഗ് ആരംഭിച്ച് KSRTC. അപ്പോൾ KSRTC എന്താണ്? ജെൻഡർ ടിക്കറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം എന്താണ്, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ഒരുക്കാനുള്ള പദ്ധതിയുടെ കാര്യമൊക്കെ, അനൗൺസ്മെന്റിന്റെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംവിധാനം വന്നിരിക്കുന്നത്. നമ്മൾ KSRTC ബസ്സിൽ ഇപ്പോൾ കയറി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, നമ്മൾ സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ എന്നുള്ള കാര്യം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ടിക്കറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ്, ഈ ഒരു പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കണക്കെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട്, എത്ര പുരുഷന്മാരാണ്, എത്ര കുട്ടികളാണ് എന്നുള്ള കണക്കെടുപ്പിലൂടെ കോർപ്പറേഷൻ, അതായത് ഈ ഒരു KSRTC കോർപ്പറേഷന് വരുന്ന ഈ ഒരു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോഴത്തേക്ക് വരുന്ന സാമ്പത്തിക ബാധ്യതകളൊക്കെ എത്രയാണെന്നുള്ളത് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഈ ഒരു ജെൻഡർ ടിക്കറ്റിംഗിൽ ഇപ്പോൾ KSRTC, അതായത് കേരളത്തിലെ KSRTCയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് പുതിയ ഒരു കടന്നലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. അപ്പോൾ അടുത്തിടെ ചിലിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കടന്നൽ ഏതെന്നാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ഈ ഒരു കടന്നലിന്റെ പേരെന്താണ്? ആറ്റം പെറോങ്കുലസ് ടൗ എന്നാണ്. എന്താണ്? ആറ്റം പെറോങ്കുലസ് ടൗ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കേട്ട് പരിചിതമുള്ള പേര് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് നമ്മൾ അടുത്തിടെ നമ്മൾ ചർച്ച ചെയ്ത ഒരു പേരായിരുന്നു എന്താണ്, ഡേവിഡ് ആറ്റം ബെറോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ ഒരു കടന്നലിന് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത്. അതായത് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ഇതിഹാസമായിട്ടുള്ള ഡേവിഡ് ആറ്റം ബെറോയോടുള്ള ആദരസൂചകമായിട്ട് ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ ഗവേഷകരാണ് ഈ ഒരു കടന്നലിന് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് പേര് നൽകിയെന്ന് നമ്മൾ പറഞ്ഞതാണ്, ആറ്റം പെറോങ്കുലസ് ടൗ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അടുത്തിടെയാണ് അദ്ദേഹത്തിന്റെ 100ാം പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് BBC ഒരു ഷോ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഷോ എന്താണെന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. നിങ്ങൾ അതൊന്ന് കമന്റ് ചെയ്യുക. നമ്മൾ ചർച്ച ചെയ്തത് പുതിയ ഒരു കടന്നലിനെ ചിലിയിൽ നിന്ന് കണ്ടെത്തിയ കാര്യമായിരുന്നു. ആ ഒരു കടന്നലിന് നൽകിയിരിക്കുന്ന പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാണ്? ആറ്റം പെറോങ്കുലസ് ടൗ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഡേവിഡ് ആറ്റം ബെറോയോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ ഒരു പേര് നൽകിയത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്, ഇന്ത്യ അടുത്തിടെ തദ്ദേശീയമായി വികസിപ്പിച്ച ഗ്ലൈഡ് വെപ്പൺ സിസ്റ്റം ഏതെന്നാണ്. ഓർത്തു വെക്കുക, ടറ എന്നുള്ള ഒരു ഗ്ലൈഡ് വെപ്പൺ സിസ്റ്റം ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ പരീക്ഷണം വിജയകരമായി നടത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് ടറയുടെ ഫുൾ ഫോം എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം. ടറ എന്നുള്ളതിന്റെ ഫുൾ ഫോം ആണ് പറഞ്ഞത്. ഇനി ആരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതെന്ന് ഓർത്തു വെക്കുക. DRDOയും അതേപോലെ ഇന്ത്യൻ വ്യോമസേനയും ചേർന്നിട്ടാണ് ഈ ഒരു പരീക്ഷണം പൂർത്തിയാക്കിയത്. ഇനി ടറയുടെ ഈ ഒരു പരീക്ഷണം വിജയകരമായിട്ട് ഇത് എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തത് എന്നുള്ള കാര്യം, പരീക്ഷണം പൂർത്തിയാക്കിയത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഒഡീഷയിൽ നിന്നാണ്, ഒഡീഷ തീരത്ത് നിന്നുമാണ് ഇതിന്റെ പരീക്ഷണം പൂർത്തിയാക്കിയത്. അപ്പോൾ എന്താണ് പറക്കൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ഈ ഒരു ടറ നമ്മുടെ ഗൈഡഡ് അല്ലാത്ത ആയുധങ്ങളെയൊക്കെ പ്രിസിഷൻ ഗൈഡഡ് ആയുധങ്ങളാക്കി മാറ്റുന്ന ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഒരു ഗ്ലൈഡ് വെപ്പൺ സിസ്റ്റം ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഓർത്ത് വെക്കുക, ഇത് ഈ ഒരു പറക്കൽ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കിയത് DRDO
DRDOയും അതേപോലെ ഇന്ത്യൻ വ്യോമസേനയും ചേർന്നിട്ടാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് കുറച്ച് അപ്പോയിന്റ്മെന്റുകളായിരുന്നു. 2026 മെയ്യിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? സി ജോസഫ് വിജയ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പുതുച്ചേരി മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? എൻ രംഗസ്വാമിയാണ്. പിന്നീട് നമ്മൾ നോക്കിയത് UIDAIയുടെ പുതിയ CEO ആയിട്ട് നിയമിതനായത് ആരെന്നായിരുന്നു? സൗരഭ് വിജയ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവാർഡുകളാണ് നോക്കിയത്. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ നോക്കി. ഈ ഒരു അവാർഡിൽ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി മാറിയത് ഹരിപ്പാട്, ആലപ്പുഴയിലെ ഹരിപ്പാട് പഞ്ചായത്താണ്. ഇനി ഏറ്റവും മികച്ച സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള പഞ്ചായത്തായി മാറിയത് കോട്ടയത്തെ മേലുകാവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ ഒരു പുരസ്കാരം 2026 എന്താണ്? കൃഷ്ണാഞ്ജലി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മധുവാണ്. ആക്ടർ മധുവാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ശേഷം നമ്മൾ ഒരു റിപ്പോർട്ടാണ് ചർച്ച ചെയ്തത്. വേൾഡ് മൈഗ്രേഷൻ റിപ്പോർട്ട് 2026 ആണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം 2024 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് മെക്സിക്കോയാണ്. ശേഷം നമ്മൾ നോക്കിയത് സെൻട്രൽ ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ RBIയുമായിട്ട് അടുത്തിടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ആരെന്നാണ്? ഓർത്തു വെക്കുക, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. അതിനുശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ കണ്ടെത്തിയ ഒരു കടന്നലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. ചിലിയിൽ നിന്നുമാണ് ഈ ഒരു കടന്നലിനെ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് കടന്നലിന്റെ പേരെന്ന് ഓർത്തു വെക്കുക, ആറ്റംബെറോങ്കുലർ സ്റ്റൗ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഡേവിഡ് ആറ്റംബെറോയുടെ ഉള്ള ആദരസൂചകമായിട്ടാണ് കടന്നലിന് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഗ്ലൈഡ് വെപ്പൺ സിസ്റ്റം ഏതെന്നാണ്? ടെറ എന്നുള്ള വെപ്പൺ സിസ്റ്റമാണ് അടുത്തിടെ വികസിപ്പിച്ചത്. DRDOയും അതേപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയും ചേർന്നിട്ടാണ് ഇതിന്റെ പറക്കൽ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: സുവേന്ദു അധികാരി ഏത് സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ്? ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ സി അസം, ഓപ്ഷൻ ഡി മിസോറാം. അടുത്ത ചോദ്യം ഇതാണ്: റോബോട്ട് സന്യാസിയായ ഗാബിയെ അവതരിപ്പിച്ച രാജ്യം ഏതെന്നാണ്? ഓപ്ഷൻ എ നേപ്പാൾ, ഓപ്ഷൻ ബി ഭൂട്ടാൻ, ഓപ്ഷൻ സി ദക്ഷിണ കൊറിയ, ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2024 ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം 2022-24 കാലഘട്ടത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, തെലങ്കാനയാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു: ക്യാൻ 2026 ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രിയായി തിരഞ്ഞെടുത്ത ചിത്രം ഏതെന്നായിരുന്നു. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, അമ്മ അറിയാൻ എന്നുള്ള ചിത്രമാണ് തിരഞ്ഞെടുത്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.